KPCC പുനഃസംഘടനയിൽ തർക്കം പരിഹരിക്കാൻ ദില്ലിയിൽ വീണ്ടും യോഗം. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കാസർഗോഡ് DCC അധ്യക്ഷ മാറ്റത്തിലാണ് തർക്കം രൂക്ഷം. P. ജർമിയാസിനെ കൊല്ലത്ത് പിന്തുണച്ച PC വിശ്വനാഥ്. രാജേന്ദ്ര പ്രസാദിനെ മാറ്റാനാവില്ലെന്ന് കൊടിക്കുന്നിൽ. സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാത്തവരെ ജില്ലാ അധ്യക്ഷന്മാരായി പരിഗണിക്കരുതെന്ന് MP മാർ. തട്ടിപ്പ് കേസിൽ ജയിലിലായവരെ നേതൃത്വം സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായും MP മാർ. സണ്ണി ജോസഫും ചെന്നിത്തലയും പ്രത്യേകം യോഗം ചേരുന്നു. അതേസമയം MP മാർക്ക് വ്യക്തിതാൽപര്യമില്ലെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. അഭിപ്രായമുള്ള പാർട്ടിക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. MP മാരുടെ താല്പര്യമല്ല, പാർട്ടി താല്പര്യം. MP മാർക്ക് ആർക്കും വ്യക്തിപരമായ ഒരു താല്പര്യം. ഈ തട്ടിപ്പ് കേസ് ജയിലിൽ കഴിഞ്ഞവരെ പരിഗണിക്കില്ല, നേരത്തെ കഴിഞ്ഞിരുന്നവരാ. പേരുണ്ടെ തന്നെ നോക്കാം, നമുക്ക് ഒഴിവാക്കാൻ. നോബൽ മാരിക്കാരൻ ചേരുന്നു. നോബൽ മാരിക്കാരൻ, തർക്കം തീർക്കാനുള്ള യോഗത്തിൽ ഉണ്ടായ തർക്കങ്ങൾ തീർക്കാൻ വേറെ ചെറിയ ചെറിയ യോഗങ്ങൾ ചേരേണ്ട ഒരു സാഹചര്യമാണോ നമ്മൾ കാണുന്നത്? ഭാരവാഹികളുടെ കാര്യത്തിൽ ഒരു ഏകാഭിപ്രായത്തിലേക്ക് എത്തുമോ? സുജ, നിലവിൽ ഏകാഭിപ്രായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പ്രധാനമായി പ്രതിസന്ധി നിൽക്കുന്ന DCC അധ്യക്ഷന്മാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. പല പേരുകൾ പരിഗണനയിൽ ഉണ്ട് എന്ന് മാത്രമല്ല, ചില ആളുകളെ മാറ്റുന്നതിലടക്കം കടുത്ത അതൃപ്തി MP മാർക്കിടയിൽ ഉണ്ട്. MP മാരുടെ അതൃപ്തിയാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന പ്രധാനപ്പെട്ട കാര്യം. കൊല്ലത്ത് രാജേന്ദ്ര പ്രസാദിനെ മാറ്റരുതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെടുമ്പോൾ മാറ്റണം എന്ന നിലപാട് മറ്റ് പല നേതാക്കൾക്കുമുണ്ട്. അത്തരത്തിൽ പല ജില്ലകളിലും തീരുമാനങ്ങൾ വൈകുന്നു എന്നാണ് പ്രധാനപ്പെട്ടത്. ഇന്നിപ്പോൾ രാവിലെയും KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയുമായും അതോടൊപ്പം VD സതീശുമായ കൂടിക്കാഴ്ചകൾ ദില്ലി കേരള ഹൗസിൽ നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഇന്നിപ്പോൾ KC വേണുഗോപാലുമായി നേതാക്കൾ കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. പലയിടത്തും, അതായത് ചിത്രത്തിൽ പോലും ഇല്ലാത്ത ആളുകളെ വരെ KPCC അധ്യക്ഷ സ്ഥാനത്ത് പരിഗണിക്കുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് കാസർഗോഡ് 25 വർഷമായി പ്രവർത്തിക്കാത്ത ആളെ പോലും DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. DCC അധ്യക്ഷ മാറ്റം മാത്രമാണ് നിലവിലെ ഒരു കീറാമുട്ടിയായി നിൽക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ കണ്ണൂര്, മലപ്പുറം, കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ അടക്കമുള്ള DC അധ്യക്ഷന്മാരെ മാറ്റേണ്ടതില്ല എന്നൊരു തീരുമാനം പാർട്ടിക്ക് അകത്തുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള തീരുമാനത്തിലെയും അട്ടിമറിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. DC അധ്യക്ഷന്മാരെ മൊത്തത്തിൽ മാറ്റേണ്ട തീരുമാനം ഒരു വിഭാഗം MP മാർ മുന്നോട്ട് വെച്ചു എന്നടക്കമുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചർച്ചകൾ അല്പം കൂടി നീണ്ടുപോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നും ചില MP മാരുമായി നേതൃത്വം പ്രത്യേകം കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ KC വേണുഗോപാലുമായി കണ്ട കൂടിക്കാഴ്ച ശേഷം മാത്രമായിരിക്കും അന്തിമ ചിത്രത്തിലേക്ക് എന്താണെങ്കിലും കാര്യങ്ങൾ എത്തുകയുള്ളൂ. നിലവിൽ ഒറ്റ പേരുകൾ മാത്രം AICCക്ക് നൽകിയാൽ മതി എന്നാണ് അവിടെ നിന്നുള്ള നിർദ്ദേശമുള്ളത്. ഹൈക്കമാൻഡ് അങ്ങനെ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ 3 പേരടക്കം നൽകുന്നൊരു പതിവുണ്ട്. പക്ഷേ അത്തരത്തിലൊരു സാഹചര്യം വേണ്ട. സംസ്ഥാനത്ത് തന്നെ ഒരു ഇതുമായി ബന്ധപ്പെട്ട സമവായം നേതാക്കൾക്കിടയിൽ ഉണ്ടാക്കി ഒറ്റ പേര് മാത്രം നൽകണം എന്നാണ് KC വേണുഗോപാൽ അടക്കം നേതാക്കൾ കൃത്യമായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവസാനവട്ട ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചർച്ചകൾ പൂർത്തിയാക്കി ഇന്നലെ രാത്രി രമേശ് ചെന്നിത്തലയും ഇന്ന് രാവിലെ VD സതീശനും മടങ്ങാൻ തീരുമാനിച്ചതാണ്. പക്ഷേ അത്തരത്തിൽ തർക്കങ്ങൾ രൂക്ഷമായ പശ്ചാത്തലത്തിൽ യാത്ര തന്നെ വേണ്ടത് വെച്ചുകൊണ്ട് ഇന്നിപ്പോൾ ദില്ലിയിൽ വീണ്ടും ചർച്ചകൾ തുടരുകയാണ്. ഇന്നിപ്പോൾ ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രധാന ചർച്ചകൾ നടക്കുമ്പോൾ KC വേണുഗോപാലുമായി അല്പസമയത്തിനകം നേതാക്കളുടെ കൂടിക്കാഴ്ചയുണ്ട്. എന്താണെങ്കിലും പുനഃസംഘടന വൈകില്ല എന്നാണ് അപ്പോഴും KPCC അധ്യക്ഷൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. പല അഭിപ്രായങ്ങളുണ്ട്, പക്ഷേ അത് വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല, പാർട്ടിയുടെ അഭിപ്രായങ്ങളാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ശശി തരൂർ അടക്കമുള്ള ആളുകളുമായൊക്കെ കഴിഞ്ഞ ദിവസം അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഒരു സമവായത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം എന്താണെങ്കിലും നടക്കുന്നുണ്ട്. എന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ ഒരു സമവായം ഉണ്ടാകും എന്ന പ്രതീക്ഷ നേതൃത്വം പങ്കുവയ്ക്കുമ്പോഴും ഏത് തരത്തിലായിരിക്കും DCC അധ്യക്ഷന്മാരെ മാറ്റുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്ന് ഇപ്പോഴും വ്യക്തമല്ല. തർക്കവും അതോടൊപ്പം തന്നെ അതൃപ്തിയും അക്കാര്യത്തിൽ ഇപ്പോഴും നേതാക്കൾക്കിടയിൽ തുടരുന്നുണ്ട് എന്നാണ് നമുക്ക് വിവരമുള്ളത്. സുജയ.